അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ 16-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള യുറേനിയം പൂർണ്ണമായും കൈമാറണമെന്ന കർശനമായ ആവശ്യം US മുന്നോട്ട് വെച്ചതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്തിലായിരിക്കുകയാണ്. നിലവിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ടെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്ന ഓപ്പറേഷൻ ഇക്കണോമിക് US തുടരുകയാണ്. ഇറാനെ തകർക്കണമെന്നും യുറേനിയം കൈമാറണമെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ഇറാന് താൻ ഉദാരമായ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ബുധനാഴ്ച ട്രംപ് വെടിനിർത്തൽ കാലാവധി നീട്ടിയിരുന്നെങ്കിലും പുതിയ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇത് നയതന്ത്രപരമായ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ പുതിയ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടാകാത്ത പക്ഷം മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് 2 കപ്പലുകൾ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ ഈ നടപടിയെ കടൽക്കൊള്ള എന്നാണ് വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള നീക്കം തടയാൻ അമേരിക്കൻ നാവികസേന ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ 31 കപ്പലുകൾ അമേരിക്കൻ സേന തടയുകയോ തിരിച്ചയക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടെ അമേരിക്കൻ നേവി സെക്രട്ടറി ജോൺ സി ഫെരൻ അപ്രതീക്ഷിതമായി രാജിവെച്ചു. കപ്പൽ നിർമ്മാണ പദ്ധതികളിലെ തർക്കങ്ങളാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് പ്രതിനിധികളെ അയക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. വെടിനിർത്തൽ ധാരണ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇറാന്റെ ഈ നിലപാട്. അതേസമയം ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ ഇസ്ലാമാബാദിലും എത്തും. ഹോർമൂസിൽ ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്തതിലുള്ള അതൃപ്തിയാണ് ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത്. കപ്പൽ പിടിച്ചെടുത്തതിലും ഹോർമൂസിലെ US ഇടപെടലിലും ഇറാന് കടുത്ത അതൃപ്തിയുണ്ട്. തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ചർച്ചകൾ നടക്കില്ലെന്ന സൂചനകൾ പുറത്തുവന്നതോടെ അനുനയ ശ്രമങ്ങൾ നയതന്ത്ര തലത്തിൽ നടക്കുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിൽ താൻ വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവർത്തിച്ചു. കാര്യങ്ങളെല്ലാം വളരെ നന്നായി പോകുകയാണെന്നും സൈന്യം മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്നും തന്റെ സ്വന്തം ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം കുറിച്ചു. പെർമിറ്റില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹോർമൂസ് വഴി പോകുന്ന 2 വിദേശ കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇറാന്റെ കപ്പലിൽ US സൈന്യം പ്രവേശിച്ച് പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ നീക്കം. ഇതോടെ ഹോർമൂസിൽ നിയന്ത്രണം ശക്തമാക്കുകയാണ് ഇറാൻ. കപ്പലുകൾ യാത്രയ്ക്ക് ഭയക്കുന്നതോടെ പുതിയ സാഹചര്യം US-ന് മേൽ ആഗോളതലത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടിയതായി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹോർമൂസ് കടലിടുക്കിൽ 2 വിദേശ വാണിജ്യ കപ്പലുകൾ കൂടി ഇറാൻ പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നും ആവശ്യമായ മുൻകൂർ അനുമതികളില്ലാതെ തന്ത്രപ്രധാനമായ ജലപാതകളിലേക്ക് പ്രവേശിച്ചുവെന്നുമാണ് ഇറാന്റെ വിശദീകരണം. പിടിച്ചെടുത്ത കപ്പലുകളെ ഇറാൻ തീരത്തേക്ക് മാറ്റി. ഇന്നലെ ഒമാൻ തീരത്തിന് സമീപം വെച്ച് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ ഇറാന്റെ ഗൺബോട്ട് വെടിയുതിർത്തിരുന്നു. കപ്പലിന് ഇത് നാശനഷ്ടമുണ്ടാക്കി. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പിക്കാനുള്ള നീക്കമാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പാതയിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകളും റവല്യൂഷണറി ഗാർഡ്സിന്റെ അനുമതി തേടണമെന്ന നിലപാടിലാണ് ഇപ്പോഴും ഇറാൻ ഭരണകൂടം. അമേരിക്കൻ സൈന്യം ഒമാൻ കടലിൽ വെച്ച് ഇറാന്റെ ഒരു വാണിജ്യ കപ്പൽ പിടിച്ചെടുത്തതാണ് നിലവിലെ പ്രകോപനത്തിന് പിന്നിലെ പ്രധാന കാരണമായി ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയുടെ ഈ നടപടിക്ക് പിന്നാലെ മേഖലയിൽ സംഘർഷം വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഈ പുതിയ നീക്കം കൂടുതൽ കപ്പലുകളെ യാത്രയിൽ നിന്നും പിന്തിരിപ്പിക്കും. US ഉപരോധം അവസാനിപ്പിക്കും വരെ സമാന രീതി ഇറാൻ പിന്തുടർന്നാൽ അത് US-നെ തകർക്കുകയും ചെയ്യും. ഇതുവഴി US-നെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്നും US കരുതുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.